ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല. അമിതവണ്ണം പോലെ തന്നെ ഏറെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മെലിഞ്ഞിരിക്കുക എന്നുള്ളത്. എന്ത് കഴിച്ചാലും മെലിയാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പം അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. മെലിഞ്ഞിട്ട് വണ്ണം വെക്കുന്നില്ല, എന്ത് കഴിച്ചിട്ടും വണ്ണം വെക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നത്. അങ്ങനെ കുറച്ച് പരാതികൾ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കുട്ടികളുടെ കാര്യവും കൂടി പറയുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് വണ്ണം വെക്കാനുള്ള മാർഗവും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇതിനൊപ്പം പറയുമ്പോൾ തന്നെ ഞാൻ പറയാം, കുട്ടികൾക്ക് അഥവാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ള ആ ഫുഡിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചാനൽ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ മെലിഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ, കഴിക്കാവുന്ന കുറച്ച് ആഹാര കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ മെലിഞ്ഞവർ വണ്ണം വയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒന്ന് അമക്കുരം എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. അമക്കുരം നമുക്ക് ശുദ്ധീകരിച്ചത് മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന ഒന്നാണ്. ഈ അമക്കുരം, ഒരു ടീസ്പൂൺ അമക്കുരം പൗഡർ വെണ്ണയിൽ നല്ല പേസ്റ്റാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെണ്ണയിൽ കുഴച്ച് അത് കഴിക്കുക. ദിവസവും വെറും വയറ്റിൽ അത് കഴിക്കുക. കഴിക്കുന്നതിനോടൊപ്പം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പാട നീക്കിയ പാല്, പശുവിൻ പാല് ചൂടാക്കി ഇളം ചൂടോടുകൂടി പാല് കുടിക്കുക. ഇത് അടുപ്പിച്ച് നിങ്ങൾ ഒരു 3 മാസം ചെയ്യുക. 3 മാസം, അതല്ലെങ്കിൽ ഒരു 41 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഇങ്ങനെ കഴിക്കുക. ഇത് നിങ്ങൾക്ക് വളരെയേറെ നല്ലൊരു റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 20 ഗ്രാം ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. 20 ഗ്രാം ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് ഈ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ഇതും ശരീരം വണ്ണം വെക്കുവാനായിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മുതിർന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത് ബദാം പരിപ്പ്. എല്ലാവർക്കും അറിയാം ബദാമിന്റെ വാല്യൂ, ഹെൽത്ത്, നല്ല രീതിയിൽ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ബദാം. ഈ ബദാം പരിപ്പ് പൊടിച്ച് പാലിൽ ചേർത്ത് കുടിക്കുന്നത് നമ്മുടെ ശരീരം വണ്ണം വെക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഉലുവയുടെ വെള്ളം, അതുപോലെ ബദാം പരിപ്പ്, അമക്കുരം. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സവോള, അത്ര തന്നെ ശർക്കര. അപ്പൊ നമ്മൾ എടുക്കുന്ന സവോള ഒന്ന് നോക്കുക. ഇപ്പൊ ഒരു സവോള നമ്മൾ അരിഞ്ഞ് ഒരു 4 സ്പൂൺ ഉണ്ടെങ്കിലും ഒരു ശർക്കര ചീകിയിട്ട് 4 സ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 41 ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക. അങ്ങനെ 41 ദിവസം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് അടുപ്പിച്ച് തന്നെ ഒരു ദിവസം ഇടവിടാതെ കഴിക്കുക. അങ്ങനെയെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് വണ്ണം വയ്ക്കും. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന്, ഇപ്പം മെലിഞ്ഞിരിക്കുന്നു എന്ന് ബുദ്ധിമുട്ട് നമുക്ക് അത്ര തന്നെ ഉണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ വ്യത്യാസം, നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് കുറച്ചൊക്കെ വ്യത്യാസം വരും. അതുപോലെ നമുക്ക് ശരീരം വണ്ണം വെക്കാൻ ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്ന് ഉള്ളിലേഹ്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദ കടകളിൽ ലഭിക്കും. അപ്പം ഈ ഉള്ളിലേഹ്യം അവർ പറയും എങ്ങനെയാ കഴിക്കേണ്ടതൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളിലേഹ്യം വാങ്ങിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പഞ്ചസാരയും പാലും ചേർത്ത് ഓട്സ് കാച്ചി കുടിക്കുന്നത്. വണ്ണം വെക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ആ കാച്ചി എടുക്കുന്ന ഓട്സിനകത്ത് കുറച്ച് ബദാമും പിന്നെ കുറച്ച് അതിൻ്റെതായിട്ട് മറ്റ് നട്ട്സും കൂടെ ഒക്കെ ചേർത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വെക്കാൻ ഏറ്റവും നല്ലൊരു ടിപ്സാണ്. പിന്നെ നെയ്ക്കുമ്പളങ്ങ, ഇളവൻക എന്ന് ഈ 2 കാര്യങ്ങൾ പതിവായിട്ട് പാകം ചെയ്ത് ഭക്ഷണമായിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ വീണ്ടും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഊണിനൊപ്പം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഇന്ദുപ്പും വെണ്ണയും ചേർത്ത്, ഏറ്റവും കൂടുതൽ രാത്രി ഊണ് കഴിക്കുമ്പോൾ അത്താഴത്തിനാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പറയുന്നത്. ഇന്ദുപ്പും വെണ്ണയും ചേർത്ത് രാത്രി അത്താഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന, കുട്ടികളുടെ വണ്ണം പ്രശ്നമാണ്, കുട്ടികൾ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലതാണ് ഞാൻ ഇപ്പം ഈ പറഞ്ഞ ഇന്ദുപ്പും വെണ്ണയും ചോറിനകത്ത്, ചെറു ചൂടോടെയുള്ള ചോറിനകത്ത് മിക്സ് ചെയ്ത് രാത്രി അത്താഴത്തിന് കൊച്ചുങ്ങൾക്ക് കൊടുക്കുക. അതുപോലെ അടുത്തതായിട്ട് കുട്ടികൾക്ക് തവിട് ചേർത്ത ഭക്ഷണം
നിത്യവും തവിട് ചേർത്തുള്ള ഭക്ഷണം കൊടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ ഉള്ളിലേഹ്യം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. പിന്നെ നമുക്ക് സവോളയും ശർക്കരയും ചേർത്തിട്ടുള്ള ആ ഒരു സമാസമം ചേർത്ത് കഴിക്കുക. ഇപ്പം നിങ്ങൾ എത്രയാണോ സവോള അരിഞ്ഞതെടുക്കുന്നത് അത്ര അളവിന് ശർക്കര എടുക്കുക, അത് മിക്സ് ചെയ്ത് കഴിക്കുക. ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മെലിഞ്ഞവർ വണ്ണം വെക്കുക എന്നുള്ള ഒരു ടിപ്സ്, അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് അഷ്ടാംഗ ഹൃദയത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒറ്റമൂലികളിൽ നിന്നാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ ഞാൻ വേറൊരു ഇതിൽ നോക്കിയിട്ടോ ഒന്നുമല്ല. ഈ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്ന ഒറ്റമൂലിയിൽ നിന്നും ഏറ്റവും പ്രയോജനപ്രദവും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ടിപ്സുകളാണ് ഞാനിന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പ്രയോഗിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്തു നോക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുകയും ഇതിനകത്ത് വേറെ ഒരു സൈഡ് എഫക്റ്റും വരുന്നതല്ല എന്ന് ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഞാനിടുന്ന മിക്ക വീഡിയോയും അതുപോലെ തന്നെ ആയുർവേദപരമായിട്ട് ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതുവരെ നിങ്ങൾ മെലിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ത് കഴിച്ചിട്ടും ആ ഒരു വണ്ണം വെക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കുന്നു. ഇതുകൂടി ട്രൈ ചെയ്ത് നോക്കുക. ഇതുകൂടാതെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതും ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ വെള്ളം നന്നായിട്ട് വേണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ വെള്ളവും കൂടി നന്നായിട്ട് കുടിക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ വിഷമം അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ.